മുളക് ഇപ്പോൾ ഏത് രീതിയിലും നമ്മൾ ഉണക്കി വെച്ചാലും ഒരു 10-50 വർഷത്തേക്ക് അനുഭവം നമുക്കുണ്ട്. പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ 15-20 വർഷം മുളക് സൂക്ഷിച്ച ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്തൊരു സുഹൃത്ത് വലിയൊരു കൃഷിക്കാരനാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് 50 വർഷമായ മുളക് വരെയുണ്ട്. ഈ മുളകിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് എത്ര വർഷം വേണമെങ്കിൽ സൂക്ഷിക്കാം. അത് നമ്മൾ ഒരു പരിചരണവും ഇല്ലാതെ ഉണക്കി വെച്ചാലും സൂക്ഷിക്കാം. പക്ഷേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ കളർ തന്നെ എപ്പോഴും അതിന്മേൽ ഉണ്ടാവും. നമ്മളെ ബഷീർക്കാട ഒരുപാട് കുരുമുളകിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതായത് കുറ്റിക്കുരുമുളകും അതുപോലെ തന്നെ വള്ളിക്കുരുമുളകും അതുപോലെ തന്നെ കണ്ണിക്കുരുമുളകും അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മളെ കാണിക്കുന്നത് കുറ്റിക്കുരുമുളകിൻ്റെ പറിക്കുന്നത്, അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബഷീർക്കായിൽ നിന്ന് ഒരുപാട് അറിവ് ഇന്ന് കിട്ടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, മുഴുവൻ വീഡിയോ നിങ്ങൾ കാണണം. ബഷീർക്ക വമ്പൻ വിളവെടുപ്പാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കട മൊത്തം കുരുമുളക് ഈ തവണത്തെയാണായി കാണുന്നത്. ഹലോ, അങ്ങനെ പറഞ്ഞ് നമ്മളെ കൊച്ചാക്കി കളയില്ല കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇന്ന് ഡേറ്റ് 18, അതായത് ഡിസംബർ 18, 24. സാധാരണ നിലക്ക് നമ്മളെ നാട്ടിൽ കുരുമുളകിൻ്റെ വിളവെടുപ്പിൻ്റെ സമയം ആയിട്ടില്ല. അപ്പം ഞാനിവിടെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടവർക്കറിയാം, കുരുമുളക് ഒരുപാട് കൃഷി ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ കുറ്റിക്കുരുമുളകും കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം സാധാരണ നിലക്ക് നമ്മൾ ഈ കുറ്റിക്കുരുമുളകിൻ്റെ വിളവെടുപ്പായിരിക്കും ആദ്യം. കുറ്റിക്കുരുമുളകായിരിക്കും ആദ്യം മൂക്കുക. അതുപോലെ ആദ്യം ഉണ്ടാവുന്ന കുറ്റിക്കുരുമുളകായിരിക്കും. ഇതിപ്പോൾ ഞാൻ കുറ്റിക്കുരുമുളകിൻ്റെ പറിച്ചതാണ് കേട്ടോ. കുറ്റിക്കുരുമുളകിൻ്റെ പറിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 50-55 കുറ്റിയുടെ പറിച്ചിട്ടുണ്ട്. ആകെ 55 പറിച്ചിട്ടാണ് ഈ 55 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പെണ്ണും ഒരാണും കൂടി ഇരുന്നാണ് ഇത് ഇന്നലെ പറിച്ച് ചാക്കി കെട്ടി വെച്ചിട്ട് ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ നിർത്തിയിട്ടുന്നുള്ളൂ. അപ്പം കുറ്റിക്കുരുമുളകിൻ്റെ പറി കഴിഞ്ഞാലാവുമ്പോഴേക്കുമാണ് മരത്തേലേക്ക് ഞങ്ങൾ പറിക്കാറ്. സാധാരണ മരത്തേലേക്ക് പഴുത്ത് തുടങ്ങിയിട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ കുറ്റിയുടെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കുറ്റി ഇപ്പം ഇതൊരു 50-55 കുറ്റി ഉണ്ടാവും. ഏതാണ്ട് ഇപ്പം ഞാൻ കണക്കൂട്ടിയൊക്കെ കഴിഞ്ഞ അടുത്തൊക്കെ കൂടുതൽ വിളവ് ഈ തവണ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു 100 കിലോ മുളക് ഇതുണ്ട്. ഇതുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നല്ല എല്ലാം മൂത്താണ്. നിങ്ങൾ കണ്ടോ, നല്ല വിളഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പഴുത്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ. പഴുത്ത് തുടങ്ങിയതിൻ്റെ ആണ് ഇതിൻ്റെ ഒരു അടയാളം കാണുന്നത്. നല്ല മുളകാണ്, നല്ല തിരി. കണ്ടോ, തിരിഞ്ഞെടുക്കണമൊന്നുമല്ല, നല്ല തിക്കായിട്ട് മുളകുണ്ട്. ഇപ്പോൾ ഓരോന്നും വിടുന്നു പോയി നമ്മൾ പറിക്കുമ്പോഴും ഇങ്ങനെ കൊടുമ്പോഴേക്കാണ് ഇതിൻ്റെ ഒരു തൂക്കത്തിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇതൊരു 35 കിലോ മുളക് കിട്ടും നമുക്ക്. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. 30 മേലെല്ലാണ്ട് പോകില്ല. അപ്പം ഇത് 35 കിട്ടണമെങ്കിൽ നമുക്ക് പച്ചമുളകിൻ്റെ കണക്ക് പറഞ്ഞാൽ 35 കിട്ടണമെങ്കിൽ ഈ മുളക് ഒരു 85 തുടങ്ങി 90 മതി. ഇതിപ്പോൾ ഒരു 100 ഉണ്ടെങ്കിൽ 35 മേളിലേക്കും പോകും. കാരണം 10 കിലോത്തിന് നമുക്ക് ഒരു 3.25 കിലോ, 3.800, 3.700 ഒക്കെ മുളക് നമുക്ക് കിട്ടിയിരിക്കും. നല്ല വലിയ പരിക്കൊന്നുമില്ല. ഇപ്പം ഈ സീസണിൽ ഒരു പ്രശ്നവും ഇല്ല മുളകിന്. ഒരേ വലിപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ മുളകും മൂത്തതാ. നമ്മൾ ഈ മൂത്തത് ഈ തൂക്കത്തിൻ്റെ പ്രശ്നം വരുന്നത് ഈ നമ്മളിങ്ങനെ പറിച്ച് വരുമ്പോൾ ചില കാലയിൽ കുറച്ച് സൈഡിൽ മൂക്കുകയും കുറച്ച് സൈഡിൽ മൂക്കാതെ വരികയും ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് ഈ വേരിയേഷൻ വന്നത്. അപ്പോൾ ഈ തവണ ആ സംഭവം ഉണ്ടായിട്ടില്ല. ഒരു കുറ്റിയില മുഴുവൻ മുളകും ഒന്നിച്ച് പറിച്ചിറങ്ങിയേക്കാം. ഇനിയും ഇപ്പം നമ്മൾ ആ മുളക് പറിച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ അതിന് ചില പരിചരണങ്ങളും കാര്യങ്ങളുണ്ട്. അത് വേണ്ടി ഞാൻ വേറെ വീഡിയോ പറയാം. ഇപ്പം എല്ലാം കൂടി ഒന്നിച്ച് പോകണില്ല. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുഞ്ചമുളകും കൂടി അതിൽ നിന്ന് കിട്ടും. നമുക്ക് ഒരു സീസണിനുള്ളിൽ കിട്ടും. അടുത്ത ഈ സീസണിന് മുമ്പ് കുറച്ച് മുളകും കൂടി നമുക്ക് പറിച്ചുണ്ടാക്കാൻ പറ്റും. ഇത്ര അളവ് കിട്ടൂല കേട്ടോ. ഈ മെയിൻ സീസണിൽ, അതായത് ഇതാണ് മെയിൻ വിളവെടുപ്പിൻ്റെ സീസൺ. ഈ സീസണിൽ കിട്ടുന്നോത്തോളം കിട്ടില്ല. ഇനി നമ്മൾ ഇപ്പം അതിനൊരു മരുന്നൊക്കെ കൊടുത്ത് അതിൻ്റെ ചുവട്ടിൽ ഇച്ചിരി മരുന്നൊക്കെ ചെയ്ത് അതിന് ഇത്തിരി വളമൊക്കെ ഇട്ട് നമ്മൾ നനയും കാര്യങ്ങളൊക്കെ ആണ് ചെല്ലുമ്പോൾ ഒരു ഉണ്ടാവലും കൂടി ഉണ്ടാവും. അത് ഇതിൻ്റെ അത്ര അളവിൽ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോകളിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ സൗകര്യം അനുസരിച്ച് അന്ന് നമുക്ക് പൈപ്പേലോ അല്ലെങ്കിൽ കോൺക്രീറ്റ് കാലിലോ മരത്തേലൊക്കെ കുരുമുളക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കുറ്റിക്കുരുമുളകും ചെയ്തു പോകാം. ഇത് പറമ്പിൽ ചെയ്തേക്കുന്ന കുറ്റിക്കുരുമുളക് കേട്ടോ. ഇത് ചട്ടിയിലോ ഒന്നുമല്ല. ഇത് ചട്ടി ചെയ്ത മുളകൊക്കെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതിലേക്ക് എത്തിയിട്ടില്ല. ചട്ടിയല്ല, ഇത് പറമ്പിൽ നട്ടേക്കുന്നതാണ്. ഈ പറമ്പിൽ നടുമ്പോൾ
രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പറമ്പിൽ നമ്മൾ സ്ഥലം ഒരുക്കി കഴിഞ്ഞു, കുറ്റിക്കുരുമുളക് വെച്ച് കഴിഞ്ഞു. എൻ്റെ മുകളിൽ നെറ്റ് ഇടുന്ന പരിപാടി. ഇനി നെറ്റ് കുറേ കുഴപ്പങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസണിൽ വിളവെടുപ്പിൻ്റെ സമയത്ത് പറഞ്ഞാൽ താഴെ ചാടി മണ്ണിലൊക്കെ പോകാതെ നമുക്ക് പെറുക്കിയെടുക്കാൻ പറ്റും. പക്ഷേ കിട്ടിയിരിക്കും. പക്ഷേ നെറ്റ് ഇടാതിരുന്നാൽ ഇതിന് വിളവും കൂടുതലായിരിക്കും, വലിപ്പവും കൂടുതലായിരിക്കും, കരുത്തും കൂടുതലായിരിക്കും. നെറ്റിൻ്റെ ചൂട് എന്ന് പറഞ്ഞൊരു ഭയങ്കര വേനൽക്കാലം നെറ്റിൻ്റെ ചൂട് വരും. അതുകൊണ്ട് ഇപ്പം നെറ്റിൻ്റെ ഞാൻ അധികം അങ്ങോട്ട് നെറ്റ് പ്രോത്സാഹിപ്പിക്കണില്ല. അതാണ് അതിന് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഇതിൽ വേറൊരു സംഗതി ഉള്ളത്, ഇനിയിപ്പോൾ ഇത് ഇന്നലെ പറിച്ച മുളകാട്ടോ. ഇന്ന് നമ്മൾ ലെയറിങ് ആയിരുന്നു കുരുമുളക്. ഞാൻ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. മറ്റേ 1 വർഷം കൊണ്ട് 1 കിലോ മുളക് കിട്ടത്തക്ക രീതിയിലുള്ള തൈ ഉണ്ടാക്കുന്ന അതിൻ്റെ പണി ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ പറിച്ച മുളകാണിത്. ഇന്ന് ചാക്കിലേക്ക് വാരി കെട്ടിയിട്ട് നാളെയാണ് ചവിട്ടുള്ളൂ. നാളെ ഇത് നമ്മൾ ചവിട്ടി ഇതിപ്പോൾ എല്ലാം നമ്മൾ മുളക് പറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പറിക്കുമ്പോൾ തന്നെ ക്ലിയറാക്കി പറിച്ചു പോകണം. ഇത് നമ്മൾ പറിക്കുമ്പോൾ ഇല വരും, കരിയില വരും, കോല് വരും, അതൊക്കെ നമ്മൾ ഒഴിവാക്കി പറിക്കും. ഇനി ഇതിലൊന്നും ചെയ്യാനില്ല. കണ്ടോ, നേരെ ചവിട്ടി എടുത്ത ആ മറ്റേ ഇത് മാത്രം, ഇത് കണ്ടോ, ഇത് മാത്രം ബാക്കി. കണ്ടോ, ഒരു ചെറിയ ഇതാണ് ഒതുക്കാണ് കൊടുത്തു കഴിയുമ്പോൾ സാധാരണ ഇതിനൊക്കെ ഈ മൂക്കാത്ത മുളകാണെങ്കിൽ ഇങ്ങനെ പോരൂല. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടില്ല, വാരി കൂട്ടി എല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട് പോരും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം മുളക് നന്നായിട്ട് മൂത്തെന്നുള്ളതാണ്. ഈ മൂക്കാത്ത മുളകായ എന്താ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുറേ പോരും. ഇപ്പോൾ അങ്ങനത്തെ ഒരു മുളക് ഇതിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാനില്ല. കുറേയൊക്കെ പോരും, കുറേയൊക്കെ പോരാതിരിക്കുമ്പോൾ പിന്നും ചവിട്ടി നമ്മുടെ കാലൊക്കെ കറുത്ത് നമ്മളും അവശതയാവും. ഇത് പോരില്ല. ഇത് പോരാണ്ട് വരുമ്പോൾ ഇപ്പം ഇത് 2 തിരിയാണല്ലോ. ഇതുമ്പോൾ എല്ലാ മുളകും ഞാൻ പോന്നു കഴിഞ്ഞു. ആ സമയം പോരാതെ കുറേ ഇരിക്കും. അത് നമ്മൾ പിന്നെ ഒരു മുളക്ക കൂട്ടിയിട്ടിട്ട് ഉണക്കി തിരുമിയൊക്കെ അത് എടുക്കണം. അതിൻ്റെ ആവശ്യം വരുന്നില്ല. ആവശ്യം വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുളക് നന്നായിട്ട് മൂത്തതിന് ശേഷം ഒരു തിരിയൽ 1 മണിയെങ്കിലും പഴുപ്പ് കണ്ടാൽ നന്നായിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മളിപ്പോൾ മുളക് മൂക്കണ കാര്യം പറഞ്ഞു. ഇപ്പോൾ കുറ്റി കുരുമുളക് ഇപ്പം ഈ 18-ാം തീയതി ഡിസംബർ 18-ാം തീയതി പറിച്ചിരിക്കുകയാണ്. നമുക്ക് ഏകദേശം മാക്സിമം മൂപ്പെത്തണ ഒരു ടൈം പറയാൻ പറ്റുമോ? അത് കാലാവസ്ഥേനെയും കൂടി ബാധിച്ചിരിക്കും കേട്ടോ. ഈ തവണ നമുക്ക് ഉണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ 24-ലെ കാലാവസ്ഥയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഡിസംബറിൽ മഴ പെയ്യാറില്ല. ഡിസംബറിൽ 1 മഴ, ചിലപ്പോൾ 2 മഴ, ചിലപ്പോൾ മഴ പെയ്യാതെ പോയ അനവധി വർഷങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. പക്ഷേ ഈ തവണ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ എത്ര നമ്മൾ പറഞ്ഞ ഡേറ്റ് 18. ഈ 18-ൽ ഒരു 12 ദിവസം മഴ പെയ്തു പോയിട്ടുണ്ട്. ഇനി മഴ ന്യൂനമർദ്ദം ഉണ്ടെന്നാണ് കേട്ടാ. അപ്പോൾ 12 ദിവസം. അപ്പോൾ ഈ മഴയും കൂടി ഇല്ലാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ കുറ്റിക്കുരുമുളകിൻ്റെ വിളവെടുപ്പ് ഡിസംബറിന് തൊട്ട് മുമ്പുള്ള നവംബറിലേക്ക് വരും. ഇത് ഇത്രയും നീണ്ടു വരാനുണ്ടായ കാരണം ഈ മഴയുടെയാണ്. അതുകൊണ്ട് അതാണ് എൻ്റെ ഒരു കാര്യം. ഇപ്പോൾ ചോദിച്ചതിന് മറുപടി ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ വീണ്ടും വരുന്നത്, ഈ മുളക് നന്നായിട്ട് മൂത്ത് പറിക്കുക, നമ്മൾ അത് മെതിച്ചെടുക്കാമെന്ന് പറയും. ഇനി നമ്മൾ ഈ സാധനം വാരി ചാക്കിയിൽ നിറച്ച് വെച്ചിട്ട് ഒന്ന് കെട്ടി അട്ടിയിട്ട് വയ്ക്കും. നാളെ ഇത് ചവിട്ടുമ്പോൾ ഒറ്റ ചവിട്ടിന് തന്നെ ഈ സാധനം ഏതാണ്ട് ഇങ്ങനെ പോരും, കംപ്ലീറ്റ് പോരും മാത്രം. അപ്പോൾ പണി എളുപ്പമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു പരിപാടി ഞാനിവിടെ കാലങ്ങളായിട്ട് ചെയ്യണത്, വലിയ കുട്ടളം, അലൂമിനിയത്തിൻ്റെ കുട്ടലം എന്ന് പറയും. ഇത്രയുള്ള കലമുണ്ട്. ആ കലം അടുപ്പത്ത് വെള്ളം വെച്ച് തിളപ്പിച്ച് 1 മിനിറ്റ് ഈ മുളക് ഈ വെള്ളത്തിലേക്ക് വാരിയിട്ടിട്ട്, ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ കൊട്ട, ചെറിയ രീതിയിലുള്ള കൊട്ട കിട്ടും. അല്ലെങ്കിൽ പണ്ട് നമ്മൾ അതിന് പറയുന്നൊരു കൊട്ടയുണ്ട്. ആ വെള്ളക്കൊട്ടയുണ്ട്. ആ വെള്ളക്കൊട്ടയിൽ നമ്മുടെ ഏതെങ്കിലും കോട്ടൺ തുണിയോ ഏതെങ്കിലും വെച്ചിട്ട് അതിലേക്ക് കോരിയിട്ടിട്ട് നന്നായിട്ട് വെള്ളം ഓർന്നു പോകുമ്പോൾ നമ്മൾ എടുത്ത് നിരത്താം. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മുളക് മെതിച്ച് ചവിട്ടി വെള്ളത്തിൽ തിളപ്പിച്ച് രാവിലെ നിലത്തേക്ക് നമ്മൾ പടുതയിട്ടോ ആ സൗകര്യം പോലെ, പനമ്പാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ പനമ്പൊന്നും അങ്ങനെ കിട്ടാനും ബുദ്ധിമുട്ടാണ്. പനമ്പ് കിട്ടിയാൽ തന്നെ അത് കൈകാര്യം ചെയ്യാനും ഉരുട്ടാനും എടുത്തു വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ അധികം ഞാൻ ഈ പടുതയാണ് ഉപയോഗിക്കുന്നത്. പടുതയ്ക്ക് വേർപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പടുതയേക്കാൾ നല്ലത് പനമ്പ് തന്നെയാണ്. പക്ഷേ എന്നാലും ഞാൻ പനമ്പിൻ്റെ ഒരു അസൗകര്യം പറഞ്ഞില്ല, അതുകൊണ്ട് പടുത ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഈ തിളപ്പിച്ച മുളക് നമ്മൾ പടുതയിൽ നന്നായിട്ടായിട്ട് നിരത്താം. വെയിലത്ത് കൊണ്ട് നിരത്തിയ ഒരു 3 മണിയാകുമ്പോഴേക്കും എല്ലാ മുളകും ഏതാണ്ട് നമ്മുടെ ഉണക്കമുളകിൻ്റെ കളറുണ്ടല്ലോ,
ഈ കളറിലേക്ക് മുളക് വരും കറുകറൂന്ന് ഒന്ന് വരും. അതേസമയം നമ്മൾ വെള്ളത്തിലിടാതെ ഉണക്കിയെന്ന് ഓർത്തും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫുൾ കറുപ്പ് കളറ് വന്നെങ്കിൽ ചുരുങ്ങിയത് 2 ദിവസം 3 ദിവസമെങ്കിലും വെയിലത്ത് കിടന്നാലാണ് ഫുൾ കറുപ്പ് വരുള്ളൂ. ആ സമയം ഈ വെള്ളത്തിലിട്ട് നല്ല കറുപ്പായിരിക്കും. അത് ഉണങ്ങി കഴിയുമ്പോൾ നല്ല കറുകറുന്നിരിക്കും. ആ കറുപ്പിൻ്റെ ഒരു കളർ പറയുകയാണെങ്കിൽ ഏതാണ്ട് ഈ കളറ് ഈ കളറിൽ വരും. അതേസമയം മറ്റേതാണെങ്കിൽ തന്നെയും പിന്നെയൊക്കെ ആയിട്ടിരിക്കും. അപ്പം അങ്ങനെ പരിചരിച്ചെടുക്കുക. വേറൊരു ഗുണം കൂടി ഉള്ളത്, ആ മുളകിന് നമ്മൾ എത്ര കാലം മുളക് ഇപ്പോൾ ഏത് രീതിയിലും നമ്മൾ ഉണക്കി വെച്ചാലും ഒരു 10-50 വർഷത്തേക്ക് അനുഭവം നമുക്കുണ്ട്. പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ 15-20 വർഷം മുളക് സൂക്ഷിച്ച ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്തൊരു സുഹൃത്ത് വലിയൊരു കൃഷിക്കാരനാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് 50 വർഷമായ മുളക് വരെയുണ്ട്. ഈ മുളകിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് എത്ര വർഷം വേണമെങ്കിൽ സൂക്ഷിക്കാം. അത് നമ്മൾ ഒരു പരിചരണവും ഇല്ലാതെ ഉണക്കി വെച്ചാലും സൂക്ഷിക്കാം. പക്ഷേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ കളർ തന്നെ എപ്പോഴും അതിമേ ഉണ്ടാവും. ആ മുളകിന് വിപണിയിൽ മറ്റതിന് ഇപ്പോഴത്തെ ഒരു വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു വിലയെന്ന് പറഞ്ഞാൽ 620-625 ഒരു ശരാശരി വില. അങ്ങനെ വെള്ളത്തിൽ തിളപ്പിച്ച് കറുത്ത് നല്ല ഉണങ്ങിയ മുളക്. ആ മുളക് ഉണങ്ങാനും വേഗം സമയം എടുക്കും കേട്ടോ. സമയം വേണ്ട. മുളക് ഉണങ്ങിക്കഴിഞ്ഞാൽ ആ മുളകിന് സാധാരണ മുളകിന് 620 കിട്ടണമെങ്കിൽ ഒരു 10-20 രൂപയും കൂടി കിലോത്തിന് കച്ചവടക്കാർ കൂടിയ വിലക്ക് നമുക്ക് വിൽക്കാനും പറ്റും. എക്സ്ട്രാ ചിലവ് എന്ന് പറഞ്ഞ കാര്യമില്ല. ഈ വെള്ളം തിളപ്പിക്കുന്ന ബുദ്ധിമുട്ടുള്ളൂ. അതാണ് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ പുറകെ നിൽക്കാനുള്ളൂ. അപ്പോൾ അതാണ് നടന്നു പോയിക്കോളും. അതാണ് ഞാൻ അതിൻ്റെ ഇത് പറിച്ച കാര്യം പറഞ്ഞു, കുറ്റിക്കുരുമുളകാന്ന് പറഞ്ഞു, ഇത് മെതിച്ചെടുക്കുന്ന കാര്യം പറഞ്ഞു, വെള്ളത്തിൽ തിളപ്പിച്ച് ഉണങ്ങണ കാര്യവും പറഞ്ഞു. ഇനി എനിക്കൊരു കാര്യം അറിയാനുള്ളത്, 10-40 കൊല്ലമായിട്ട് പഴയ വീഡിയോ പറഞ്ഞിട്ടുണ്ട് കുരുമുളക് കൃഷിയുള്ള ആളാന്ന് പറഞ്ഞു. ഇപ്പൊ അടുത്ത കാലത്താണ് കുറ്റിക്കുരുമുളകും കാര്യങ്ങളൊക്കെ കയറി വന്നത്. അത് പിന്നെ ഇതുപോലെ മരത്തുമുള്ള കുരുമുളകാണ്. ഒരാള് നല്ല രീതിയിൽ പറിച്ചു കഴിഞ്ഞാൽ എത്ര കിലോ വരെ നമുക്ക് നല്ല രീതിയിൽ പറിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ എൻ്റെ ഒന്ന് മരത്തേലുണ്ട്, എനിക്കുള്ള അടക്കമരങ്ങളിലുണ്ട്, തെങ്ങയിലുണ്ട്, പിന്നെ പിന്നെ ഞാൻ ഇതിനു വേണ്ടി മരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആ മരങ്ങളുടെ വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സംഗതികൾ പറഞ്ഞു, അതിൻ്റെ പോരായ്മയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയേക്കുന്നതാണ്. അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ GI പൈപ്പ് എന്ന് പറഞ്ഞാൽ 6 മീറ്റർ എന്ന് പറഞ്ഞാൽ 20 അടി. ആ 20 അടി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പൈപ്പായിരിക്കും. ഇപ്പോൾ ഇതുപോലത്തെ ഒരു 20 അടി പൈപ്പിൽ നമ്മൾ എൻ്റെ ഈ മുളക് പറയുകയാണെങ്കിൽ 20 അടി പൈപ്പിൽ നമുക്കൊരു 18-20 കിലോ മുളക് നമുക്ക് പറിക്കാം. 20 അടി പൊക്കോളാം. ഇപ്പം ഞാൻ പുതിയതായിട്ട് കഴിഞ്ഞ ദിവസം കാണിച്ച വീഡിയോയിൽ 10 അടിയാണ്. 10 അടിയിലാണെങ്കിൽ നമുക്കൊരു 15 കിലോ മുളക് പറിക്കാൻ പറ്റും. അപ്പോൾ 20-ന് 18-ഉം 15-ന് 10-ന് 15-ഉം കിട്ടുന്ന ഒരു കണക്ക് വ്യത്യാസം വരുന്നില്ല. അല്ലല്ല, 15-ന് കൂടെ 10 അടി പൊക്കത്തിലുള്ള പൈപ്പിൽ 1.5 അടി അടിയിലേക്ക് പോയിട്ട് 8 കിട്ടുള്ളൂ. പക്ഷെ അതിന് അപ്പോൾ പടരാനും നമുക്ക് കൈകാര്യം ചെയ്യാനൊക്കെ കൂടുതൽ സൗകര്യമുള്ളത് കൊണ്ട് അതിന് ഇത്തിരി വിളവ് കൂടുതൽ വരും. അതാണ് ഞാൻ ആ തൂക്കം കൂടുതൽ പറഞ്ഞത്. ആ നിലക്കും നമുക്ക് ഉണ്ടാവും.